ഹായ്, ഞാൻ രജിമോൾ. സരിത വർക്കല. രജിമോൾ ചെറിയൻകീഴുള്ളത്. ഞങ്ങളിവിടെ കുവൈറ്റിലാണ്. കുവൈറ്റിൽ പെട്ടുപോയി. കുവൈറ്റ് സുറ സിറ്റി, സ്ട്രീറ്റ് 5, ബ്ലോക്ക് നമ്പർ 2, ബിൽഡിംഗ് നമ്പർ 8. ഇവിടെ നമ്മൾ എങ്ങനെയോ പെട്ടുപോയി. നമ്മളെ കൊണ്ടുവന്ന ജോലിക്കല്ല, ഞാൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതാണ്. എന്നെ ഞാൻ ഇത്തിരി പടം വരപ്പും കാര്യങ്ങളും അത് കൊണ്ടുവരാൻ എങ്ങനെയെങ്കിലും 2 മാസം ഇവിടെ നിൽക്കാൻ പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നത് വീട്ടുജോലിക്കായിട്ട് തന്നെയാണ്. 2 പേരെയും 2 സ്ഥലത്തായിരുന്നു പറഞ്ഞ് കൊണ്ടുവന്നിട്ട് 2 പേരെയും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. ഒരാളാണ് കൊണ്ടുവന്നേക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ചിറ്റപ്പനാണ് കൊണ്ടുവന്നത്. ചിറ്റപ്പനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചിറ്റപ്പനുമല്ല, ആരുമല്ല. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അയാൾ എന്നെ പറഞ്ഞത് അയാൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞ് കൊണ്ടുവന്നാക്കി. അന്ന് നമ്മൾ കണ്ടതിന് പിന്നെ പുള്ളിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവർ പറയുന്നത് പുള്ളിയായിട്ട് നമുക്കിനി ഒരു കോണ്ടാക്റ്റിങ്ങും ഇല്ല. പുള്ളി നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് വിറ്റതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉള്ള ബാവ എന്ന് പറയുന്ന ആൾ. പേര് നമുക്കറിയത്തില്ല. ബാവ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലി നമുക്ക് എന്ത് വേണോ ചെയ്യാം. പക്ഷേ ഇത് ഒരു റാക്കറ്റ് കണക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കണം. 4 ലേഡി ഉണ്ട്, 3 ജെൻസ് ഉണ്ട്. അച്ഛനും അമ്മയും 5 മക്കളുമാണ് ഇവിടെ ഉള്ളത്. ഒരു ചെറുക്കന് 34 വയസ്സാവും. അവന് തലയ്ക്ക് സുഖമില്ല. അത് ദേഹോപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതി അത് സെക്സ് പരമായിട്ടുള്ള ദേഹോപദ്രവമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഒരു മകളുണ്ട്, ബോഡി മസാജ് എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അകത്ത് നടക്കുന്നത്. കൈയും കാലും മൊത്തം അള്ളി മാന്തി. സമയം തന്നേക്കണം നമുക്കിവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ 6 മണി മുതൽ 12 മണി വരെയാണ്. 6 മണി മുതൽ 10 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞേക്കണേ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 12 മണി മുതൽ വെളുപ്പിന് 4 മണി, രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ആണെന്ന് പിന്നെ പറഞ്ഞു. ഇപ്പം അത് 6 മണിയാക്കി. 6 മണി കഴിഞ്ഞ് 5:30 ഇപ്പം 4 മണി, 5 മണി 4 മണിയായി. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്ന ഡ്രൈവറിനെ പറഞ്ഞയച്ചു. വേറെ 2 ജോലിക്കാരുണ്ടായിരുന്നു, അവരെ 2 പേരെ പറഞ്ഞയച്ചു. കൈ ചൂടുവെള്ളത്തിൽ വെച്ച് പൊള്ളിച്ചതാണ്. കൈ ഫുള്ള് പോയി, കംപ്ലീറ്റ് തോല് മൊത്തം പൊട്ടി വെച്ചിട്ടും. പക്ഷേ ഇവിടെ മാത്രം ഇത് ഉണങ്ങാതെ വെച്ചുകൊണ്ടിരിക്കണം. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചിക്കൻ ബോക്സ് വന്നു. ഒരു ദിവസം പോലും ഒരു റെസ്റ്റ് തരെ ഒരു പാരസെറ്റമോളിൻ്റെ ആ ഗുളിക മാത്രം തന്നു. അതും വെച്ചുകൊണ്ട് ഒരു ദിവസം 1 മണിക്കൂർ കിടക്കാൻ അവരനുവദിച്ചതിന് എത്ര 1 kg സാലറി കട്ട്. ആ കണക്കിനാണ്. അരമണിക്കൂർ അതുപോലെ അവർ ഓരോന്നിനും സാലറി കട്ട് അതെല്ലാം സഹിക്കാം. പക്ഷെ നമ്മളെ മോഷണ കുറ്റത്തിന് അവർ പിടിക്കാൻ നോക്കണുണ്ട്. അവരെ സാധനങ്ങൾ ഓരോന്നും കാണാതെ ആക്കിയിട്ട് അവർ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളെ പറയാ മാത്രമല്ല, കഴുകിയിട്ടിരുന്ന ഡ്രസ്സിൽ ഉൾപ്പെടെ അവർ കാശ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ അപ്പോഴും തന്നെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കിടന്ന് കിട്ടിയെന്ന് പറയും. കാരണം നമ്മളെ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും മകനും ഭ്രാന്താണ്, തള്ളയ്ക്കും ഭ്രാന്താണ്. തള്ള ജഡ്ജിയാണ്. അവർ പറയണം അവർക്ക് തലയ്ക്ക് സുഖമില്ലായ്മ അല്ല, അവർക്ക് ഷുഗറും പ്രഷറും ഡയബറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് ബാബ അങ്ങനെയാണ് നമ്മുടെ പറഞ്ഞത്. അവരുടെ ഹാർട്ടിന് പ്രശ്നമാണ്, ഡയബറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും അടിച്ചാലും പിടിച്ചാലും നമ്മൾ സഹിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ അടി മാത്രമല്ല കൊള്ളണത്, ബാബയുടെ അടി കൊള്ളണം, ചെറുക്കൻ്റെ അടി കൊള്ളണം. ഇവിടെയുള്ള ആരൊക്കെ അടിക്കോ അവരുടെ അടി മൊത്തം കൊള്ളുകയും വേണം. നമുക്ക് ഭക്ഷണം ഇല്ല. 2 days ആയി, 2 ദിവസമായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്. പാൽപ്പൊടിയും തേയിലും ഒക്കെ നമുക്കിവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മേടിച്ച് തന്നു. ആദ്യം മേടിച്ച് തന്നത് തള്ളയെടുത്ത് മാറ്റി നമ്മളിപ്പോൾ ചായ കുടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ തിരിച്ചെടുത്തുകൊണ്ടെന്ന്. ഇപ്പം 2 ആഴ്ചയോളമായി. ആദ്യം ചായ ഒഴിവാക്കി. 2 നേരത്തെ ഭക്ഷണമേ ഉള്ളൂ നമുക്ക്. 2 നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കുപ്പൂസ് തരും. അത് അത് 100 തെത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പോഴേ പിടിച്ച് വാങ്ങിച്ച് അത് വേസ്റ്റിലങ്ങിടുക ചെയ്യണത്. അവർ വരുന്നതിന് മുമ്പ് അത് കഴിച്ചിരിക്കണം. ഇത്രയുള്ളൊരു കിണ്ണത്തിൽ നമുക്ക് ഇച്ചിരി ചോറ് തരും.
അത് തന്നെ കഴിക്കേണ്ടത്, വേറെ ഒന്നുമില്ല. രാത്രി ഭക്ഷണം ഇല്ല. രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുമെന്ന് അവർ പറയും. രാവിലെ കഴിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വെളിയിൽ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും പറയാൻ നാണക്കേടാ. കൊണ്ടുവന്ന ആളിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാൾ ഇറക്കാൻ പറയണ, അല്ലാതെ ഇവിടെ വരാൻ പറ്റില്ല. പകരം ആളിനെ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വേറെ ഒരു കുഞ്ഞുങ്ങൾ ഇവിടെ ഒരുപാട് ജോലിക്കാർ വന്നതാണ്, ആരും ഇവിടെ നിന്നിട്ടില്ല. എല്ലാവരും ഇറങ്ങി. ഇപ്പം ഡ്രൈവർ പറഞ്ഞ് ഇവിടെ നിന്നവരൊക്കെ ഇറങ്ങി പോവുകയാണ് ചെയ്തോന്ന് പറഞ്ഞതുകൊണ്ടാണ് അവനെ മാറ്റിയിട്ട് ഇപ്പം അവൻ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യണം. ഇവിടെ കാറുകളുണ്ട്, 10 കാറുണ്ട്. അത് മൊത്തം കഴുകി കിട്ടണം, അത് മൊത്തം കഴുകണം. അവിടെ സാല കംപ്ലീറ്റ് കഴുകണം, ജോലിയെല്ലാം ചെയ്യാം. പക്ഷേ അത് അടി തന്നിട്ട് ജോലി ചെയ്യിക്കണം. അടി കൈ പിടിച്ച് തിരിച്ചിട്ട് ഷോൾഡറിൽ ഇടിച്ചിട്ട് വൈപ്പ് ചെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ തടവാൻ പോലും അവർ അനുവദിക്കത്തില്ല. തലയ്ക്കടിച്ചു കഴിഞ്ഞാൽ തലയെ തൊടാൻ പാടില്ല, തേക്കാൻ പാടില്ല. തുണി തേച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓടി വരും, ആ ഇസ്തിരി പിടിച്ച് വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ചിരിക്കും. എന്ത് ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലി അവരപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവരെന്തെങ്കിലും ചെയ്തിട്ട് അവരത് വെച്ച് നമ്മളെ അടിക്കും. നമുക്കറിയില്ല ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. ഭക്ഷണം പോലും ഇല്ലാതെ ഇങ്ങനെ ജോലിയും ചെയ്തിട്ട് ഉറങ്ങാൻ പോലും നിവർത്തിയില്ല, ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ ഈ വീഡിയോ എല്ലാവരുടെ കയ്യിലും കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലേന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം സൂയിസൈഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒരിക്കൽ വാരിയിട്ട് അടിച്ച് കൈ പൊള്ളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിൻഡോ ഞാൻ എടുത്ത് ചാടിക്കളയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വിൻഡോ എല്ലാം അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയേക്കണ്. എവിടെ പോയാലും റൂം പൂട്ടിയിട്ടിട്ടാണ് പോണത്. ഈ ഫോണുള്ള കാര്യം അവരൊക്കെ ആർക്കും അറിയത്തില്ല. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഒരു ഫോണ് വാങ്ങിച്ചു തന്നു. നമുക്ക് മൊബൈൽ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു 50 രൂപയ്ക്ക് ഇവിടെ നമ്മൾ ചെറിയൊരു ഫോൺ മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ 50 രൂപ കൊടുത്ത് നമുക്കൊരു മൊബൈൽ മേടിച്ചു തന്നു. എന്നിട്ട് അത് അവർ തന്നെ കൊടുക്കും. ആഴ്ചയിൽ ഒരു ദിവസം തന്നെ രാത്രി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അത് 1 മണിക്കൂറേ സംസാരിക്കാൻ പറ്റും. രാത്രി നമ്മൾ 12 മണിക്ക് ശേഷം ഇവിടെ കയറ്റി വിട്ടിട്ട് നാട്ടിൽ നമ്മൾ 12 മണിക്ക് ശേഷം ആരെ വിളിക്കാനായിട്ട്, എവിടെ വിളിക്കാൻ? കൊച്ചുങ്ങളുണ്ട്, 3 കൊച്ചുങ്ങൾ അവർക്കുണ്ട്. എനിക്കുണ്ട്, 2 മക്കളുണ്ട്. എൻ്റെ 2 മക്കളും വളർന്നതാണ്. അവർക്കുള്ളതും 3 പൊടി കൊച്ചുങ്ങളാണ്. ഇളയ കൊച്ചിന് 4 വയസ്സാണ്. അതിൻ്റെ അടുത്ത് പോലും ഒന്ന് വർത്താനം പറയാൻ പറ്റൂല. ഇവർ പറയണ ഇപ്പം അവരൊരു കോൺട്രാക്ട് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഒപ്പിട്ട് കൊടുക്കുക, സൈൻ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം അതിനായിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കില്ല, കൊന്നു കളയുമെന്നാണ് പറഞ്ഞത്. കൊന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ ചോദിക്കത്തില്ല. കുമാർ നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്നാണ് അവർ പറഞ്ഞത്. കുമാർ അതിൻ്റെ തെളിവ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അയാൾ കുമാറിനെ വിളിച്ച് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ കുമാറിന് അവർ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. കുമാറിനെ നമ്മളെ കൊണ്ടുവന്നതിൽ ഒരുപാട് നഷ്ടമുണ്ടായി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും പാവമാണെന്ന് കരുതിയായിരുന്നു. പക്ഷെ കുമാർ ഇറക്കി തരണേന് അയാൾ ചോദിച്ച കൂലി എന്താണെന്ന് അറിയാമോ? നമ്മളെ തന്നെയാണ് അയാൾ ചോദിച്ചത്, നമ്മളെവിടെ നിന്ന് ഇറക്കാം. പക്ഷെ അയാൾക്ക് നമ്മളെ വേണം. എൻ്റെ ഭർത്താവിൻ്റെ ചിറ്റപ്പനാണ്. അങ്ങനെ ഇതേ ഇരിക്കുന്നത് അങ്ങനെ പോലും സമ്മതിച്ച ആ ഒരു അവസ്ഥയാണ് നമ്മളത്. വീട്ടിൽ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഭർത്താവ് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. എങ്ങനെ ഇറങ്ങാൻ? അയാൾ ഇവിടെ വരുന്നില്ല, അയാൾ എവിടെയാണെന്ന് പറയുന്നുണ്ട്. അല്ല, പക്ഷെ അയാൾ നമ്മളിവിടെ യാദർശികമായിട്ട് അവിടെ ഒരു റൂം ക്ലീൻ ചെയ്യാൻ കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോയിൽ ഡേറ്റ് ഉണ്ട്. കഴിഞ്ഞ മാസം 28-ാം തീയതി പുള്ളി ഈ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. അവിടെ ഹാളിലിരുന്ന് ബാബയുടെ മൂത്ത മകനും കുമാറെന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ വർത്താനം പറയണം. എൻ്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു, എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല, എന്നെ അവരവിടെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കാരണം അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നിട്ട് ഇപ്പം ഇങ്ങനൊരു വീഡിയോ. കാരണം നമുക്ക് ആ ഒരു ഹെൽപ്പ് അയാൾ ചെയ്യുമെന്ന് കരുതിയായിരുന്നു. അയാൾ ചെയ്യത്തില്ല എന്ന് ഈ ഒരു വീഡിയോയോട് കൂടി നമുക്ക് മനസ്സിലായി. അയാൾ പറയണ എല്ലാം കള്ളത്തരമാണ്, ഇവർ പറയണ സത്യമാണ്. അയാൾ നമ്മളെ കാശിന് വിൽക്കുക ചെയ്തത്. അതുകൊണ്ടാണ് ഇവർ പറയണത് നമ്മളെ ഒന്ന് ചെയ്തിരുന്നാലും ആരും ചോദിക്കാൻ വരത്തില്ല. കുമാർ ഒരു കാര്യത്തിന് ഇന്ത്യൻ എംബസിയിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് പരാതി കൊടുക്കുന്നതിന് ഇന്ത്യൻ എംബസിയിൽ കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് അവർ പറയണത്. കാരണം അതിന് കേസ് കൊടുക്കണമെങ്കിൽ കുമാർ വേണം. കുമാർ ഒന്നിനും ഇറങ്ങൂലായിരുന്നു. കുമാറിനെ നമ്മൾ ഇന്നും ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ കുമാർ പറഞ്ഞു എന്നെ ഒരു കാര്യത്തിനും വിളിക്കണ്ടായെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ ആരോട് പറയും? നമുക്ക് പിന്നെ ആരുണ്ട്? കൊണ്ടുവന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്കൊരു രൂപവും ഇല്ല. നാട്ടിൽ കിടക്കണവരൊക്കെ വല്ലതും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഗതികേട് കൊണ്ട് ഇപ്പം ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഇട്ടത്. ഭക്ഷണം വരെ മോഷ്ടിച്ച് കഴിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്കിപ്പോൾ വന്നേക്കും.
വന്നിടയ്ക്ക് വേസ്റ്റ് എന്നാണ് നമ്മൾ ചോറ് വാരി എടുത്ത് തിന്നത് തന്നെ. ഒരു വിശന്ന് വയ്യാത്തതുകൊണ്ട് വന്ന് ഒരാഴ്ച വരെ ഒരു തുള്ളി വെള്ളം പോലും വെള്ളം എടുത്ത് കുടിച്ചാൽ ആ വെള്ളം എടുത്ത് മോന്തേ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച നമ്മൾ ഒരു വക കഴിച്ചിട്ടില്ലായിരുന്നു. അന്ന് വേസ്റ്റ് നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാവയുടെ അടുത്ത് കുമാറിന്റെ അടുത്തൊക്കെ എങ്ങനെ ഒരു ഡ്രൈവറിന്റെ മുഖാന്തരം ഡ്രൈവറിന് എഴുത്തെഴുതി ഇട്ട് കൊടുത്ത് പറയിപ്പിച്ചാണ് നമുക്ക് ഒരു കുമാർ ഭക്ഷണം തന്നുവിട്ട ഭക്ഷണം അവരെടുത്ത് വേസ്റ്റിൽ കളഞ്ഞു. ഇപ്പോൾ ഓരോ സെർവൻറ്റ് ഫുഡെന്നും പറഞ്ഞുകൊണ്ട് അവർ മേടിച്ച് കൊണ്ടുവരും. ബില്ലുകളെല്ലാം അവർ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. സെർവൻറ്റ് ഫുഡ് മേടിച്ചിട്ട് അവർ തന്നെ അത് വേസ്റ്റ് ഇടുക. എന്നിട്ട് അവർ നമ്മളെ കാണിച്ചും കൊണ്ടാണ് വേസ്റ്റ് ഇടുന്നത്. അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് വെക്കണമെന്നുണ്ട്. പക്ഷെ മൊബൈലില്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റും. വീഡിയോ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കണ പോക്കൃത്തരങ്ങളെല്ലാം കാണിക്കും. ഇന്നലെ ഇവരുടെ വീഡിയോ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. എത്രയെങ്കിലും ഒരു കാർ പാർക്ക് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടിട്ട് അടിച്ചിട്ട് ഗേറ്റ് പുറത്ത് റോഡിൽ തള്ളിയിട്ട് വണ്ടി പോകുന്ന റോഡിൽ തള്ളിയിട്ടിട്ട് അവർ ഗേറ്റെല്ലാം പൂട്ടിയിട്ട് 1.5 മണിക്കൂർ നേരം പുറത്ത് കിടക്കേണ്ടി വന്നു. രാത്രി 11 മണിക്ക് ശേഷം ഇവിടുത്തെ മഞ്ഞും തണുപ്പും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ജാക്കറ്റ് പോലും ഇടാൻ സമ്മതിക്കാതെ പുറത്ത് നിർത്തിയേക്കും ആ തണുപ്പത്ത്. എത്ര നേരമെന്നും പറഞ്ഞിട്ട് അവര് വരുന്നത് വരെ അവിടെ പുറത്ത് കൂട്ടിയിരിക്കും. അകത്ത് കയറാൻ പറ്റൂല. നിൽക്കാനൊന്നും പറ്റൂല. ആ റോഡിൽ തന്നെ നമ്മൾ നിൽക്കണം. ജാക്കറ്റ് ഇടാൻ മഞ്ഞത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ല. ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെ കയ്യിലും ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് നമ്മളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനു മുമ്പ് നമ്മൾ ഒന്നി സൂയിസൈഡ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഇവര് നമ്മളെ കൊല്ലും. രണ്ടിലേതെങ്കിലും ഒന്ന് നടന്നിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഡേറ്റും ദിവസം പോലും അറിയത്തില്ല. ഡേറ്റൊന്നും നമുക്ക് അറിഞ്ഞൂടെ. ദിവസം മാത്രമേ അറിയാം. ദിവസം അറിയാം. ഇന്ന് ശനിയാഴ്ചയാണ്. അത് മാത്രം നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വർക്കിംഗ് ദിവസം അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് മാത്രം അറിയാം. ഏത് മാസമാണെന്നോ എത്രാം തീയതിയാണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.